ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിലെ ഏറ്റവും വാത്സല്യമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഈ ദിവസം പ്രിയ കർത്താവിനെ ആരാധിപ്പാനും തിരുമേശിൽ സംബന്ധിപ്പാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം ഇന്ന് നാം എവൻഗേലിയോന് വായിച്ച വേദഭാഗമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ആരാധന മധ്യേ വായിച്ചു കേട്ടതുകൊണ്ട് വീണ്ടും വായിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്കെല്ലാം ഇപ്പോഴും പ്രകാശമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതും ജീവിതം ധന്യമായി തീരുന്നതും നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുമ്പോഴാകാണ്. അതുകൊണ്ട് പ്രിയ കർത്താവേ, നിൻ്റെ വചനത്തിലെ മറിഞ്ഞടക്കുന്ന സത്യങ്ങളെ ഞങ്ങൾക്ക് കൃത്യമായി നീ തന്നെ വിഭാഗിച്ചു തരികണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉൾക്കൊള്ളുവാനുള്ള മനസ്സൊരുക്കവും അടിയങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു വേദഭാഗം എന്നെ ഏറെ അസ്വസ്ഥനാക്കുന്നു. പല പ്രാവശ്യം വേദഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് വളരെ വ്യത്യസ്തമായ വിധത്തിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നവൻ. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായൊരു വേദഭാഗം. എന്നാലത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ അസ്വസ്ഥരാക്കാതിരിക്കില്ല. ഈ വേദഭാഗത്ത് വളരെ കൃത്യമായി കർത്താവ് നമ്മോട് പറയുന്നു, പിതാവിൻ്റെ ഹൃദയമറിഞ്ഞ് ഇഷ്ടമറിഞ്ഞ് ജീവിക്കുന്നവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നത്. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടമെന്തെന്ന് നാം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറെ സത്യം. പിതാവിൻ്റെ ഇഷ്ടം ഭൂതത്തെ പുറത്താക്കുന്നതും രോഗികൾ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും പ്രവചിക്കുന്നതുമാണെന്നുള്ള തെറ്റിദ്ധാരണയാലാണ് മറ്റുള്ളവർ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത് കൃത്യമായി കർത്താവിനോട് പറയുന്നു, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കിയില്ലേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ, നിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തില്ലേ. പിന്നെൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങളെ ഒരു നാളും ഞാൻ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. അധർമ്മം പ്രവർത്തിക്കുന്നു. അതിനേറെ അസ്വസ്ഥനാക്കുന്ന വേദഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് അധർമ്മം പ്രവർത്തിക്കുന്നവർ. ഈ ഭൂതത്തെ പുറത്താക്കുന്ന അധർമ്മമാണോ? രോഗികളെ സൗഖ്യമാക്കുന്ന അധർമ്മമാണോ? പ്രവചിക്കുന്ന അധർമ്മമാണോ? കർത്താവ് പറയുന്നു, എൻ്റെ ഇഷ്ടത്തിന് അപ്പുറമാണ്. എൻ്റെ ഇഷ്ടമറിയാതെ അതിന് പകരമായി പലതും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് നിങ്ങളുടെ അധർമ്മം. നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് വായിച്ച വേദഭാഗവുമായിട്ട് ഇതിനെന്താണ് ബന്ധം? വളരെ ബന്ധമുണ്ട്. കർത്താവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ജനം എങ്ങനെ ആയിരിക്കണമെന്ന് അവരെ ഉപദേശിക്കുകയും തലമുറകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പല ഉപമകളും അവരോട് പറഞ്ഞത്. ഇവിടെ കർത്താവ് അവരുടെ ഒരു ഉപമ പറയുന്നു. ഉപമയുടെ സാരം വേറൊന്നുമല്ല, ഒന്നാണ് സ്റ്റുവേർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം. എന്താ
എന്താണ് കാര്യവിചാരം? ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഉദ്ദേശത്തോട് ബന്ധപ്പെട്ടാണ് ഈ ആശയം പഠിപ്പിക്കുവാനുള്ളത്. എല്ലാ തലങ്ങളും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ദൈവസൃഷ്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് തമ്പുരാൻ ഈ ഉപമകളിലൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ചും എന്താണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പഠിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ഇവിടെ ശ്രമിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ആകമാനം ഇതിന് വേണമെങ്കിൽ എ ക്രിയേറ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ ലിവിങ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിയേറ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ ലിവിങ്, ഉത്തരവാദിത്തപ്പെട്ട ക്രിയാത്മകമായ ക്രിസ്തീയ മാതൃക എന്താണ്? ഈ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം, ഈ ജീവിതശൈലി പിൻപറ്റുവാൻ തക്കവണ്ണം ആർക്കാണ് സാധിക്കുക? അതിനടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങൾ എന്താണ്? ഒന്ന്, എല്ലാത്തിൻ്റെയും ഉടയവൻ ദൈവമാണെന്നുള്ള ചിന്തയാണ് നമ്മെ അടിസ്ഥാനപരമായി ഉത്തരവാദിത്വപ്പെട്ട ജീവിതശൈലി പിൻപറ്റുന്നതിന് സഹായകരമായി തീർക്കുന്നത്. ഗോഡ് ഈസ് ദ ക്രിയേറ്റർ, ഹീ ഈസ് ദ മാസ്റ്റർ ആൻഡ് ഓണർ ഓഫ് ദ എസ്റ്റേറ്റ്. സകലത്തിൻ്റെയും ഉടയവൻ ദൈവമാണ്. പലപ്പോഴും നമുക്ക് ഈ ചിന്ത നമ്മെ മറന്നുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ് തമ്പുരാൻ്റെ ഹൃദയത്തിനനുസരണമായ വിധത്തിലുള്ളൊരു ജീവിതശൈലി പിൻപറ്റുവാൻ പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നത്. ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവൻ. കാരണം ബൈ റൈറ്റ് ഓഫ് ക്രിയേഷൻ ആൻഡ് ബൈ റൈറ്റ് ഓഫ് റിഡംഷൻ God is the owner of everything. ഇത് അടിസ്ഥാനപരമായൊരു ക്രിസ്ത്യാനിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ്. ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, സകലരുടെയും. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരണമായ വിധത്തിൽ പ്രവർത്തിക്കാൻ ഒക്കുക. ഇത് ദൈവത്തിൻ്റേതാണ്. ഞാൻ ഇതിൻ്റെ വെറും കാര്യവിചാരകൻ, നോട്ടക്കാരൻ മാത്രമാണ്. കാരണം ഇത് ദൈവത്തിൻ്റേതാണ്. ഇതിൻ്റെ ഉടയവൻ ദൈവമാണ്. ബൈ റൈറ്റ് ഓഫ് ക്രിയേഷൻ ആൻഡ് ബൈ റൈറ്റ് ഓഫ് റിഡംഷൻ. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. 50-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ഇത് പറയും. പലപ്പോഴും ഇത് നാം വിട്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം അർത്ഥമില്ലാത്തത് ദൈവഹിതത്തിന് വിപരീതമായി തീരുന്നതിനിടയായിത്തീരുന്നത്. പലപ്പോഴും നാം നമുക്കുള്ളതൊക്കെ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്, എനിക്കായി ദൈവം തന്നിട്ടുള്ളത് അല്ല, ഒന്നും എൻ്റേതല്ല, ഒന്നും എൻ്റേതല്ല, ഒന്നും എൻ്റേതല്ല, എല്ലാം ദൈവത്തിൻ്റേതാണ്. ദൈവമാണ് തൻ്റെ ഉടയവൻ എല്ലാ വിധത്തിലും. ആ ചിന്തയുമായി ഭരിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു ജീവിതശൈലി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ആ ജീവിതശൈലിയുടെ പേര് ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് ടു ഓൾ ദ തിങ്സ്. എല്ലാ സാധനങ്ങളോടും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം പലപ്പോഴും നമ്മൾ എല്ലാത്തിനോടും അറ്റാച്ച്ഡാണ്. അറ്റാച്ച്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ പോലും തള്ളിപ്പറയുവാൻ തക്കൊണ്ട് തയ്യാറാണ്. എന്നെ ദൈവം ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ അച്ഛനായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ വെച്ച് തരാനായിട്ട്. എനിക്ക് ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. ആ കാലത്ത് എനിക്ക് കാസൊക്കെ ഉണ്ടായിരുന്നു. അത് വിദേശത്തുള്ള എൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുവന്ന് തന്നതാണ്. നല്ല ഒരു തുണിയാണ്. അത് തയ്പ്പിച്ചപ്പോൾ വളരെ നന്നായിട്ട് തയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാൻ എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല. വല്ല കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കാലത്ത് പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള പയ്യനോട് പറഞ്ഞു, അത് തേച്ച് വെച്ചോണം മോനെ എന്ന് പറഞ്ഞു.
ഉച്ചത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ തന്ന് ചെയ്ത് അവനോട് പറഞ്ഞു, അച്ഛാ കുപ്പായം തേച്ചപ്പോൾ കത്തി. അപ്പം ഞാൻ വിചാരിച്ച അകത്ത് വല്ലതാണെങ്കിൽ പോട്ടെ, എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. നേരെ നെഞ്ചത്ത് തന്നെ കത്തി. എനിക്കങ്ങ് ദേഷ്യവും സങ്കടവും വന്നിട്ട് ഞാൻ അവനെ അങ്ങ് ഫയർ ചെയ്യാൻ. കുറേ നേരം അവന് ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാനൊരു കുപ്പായം വാങ്ങിച്ചു തന്നേക്കാം. യാതൊരു നിർത്തിയില്ലാഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ, കാരണം ഞാൻ അത്രമാത്രം അവനെ വഴക്ക് പറഞ്ഞു. അവനത് പറഞ്ഞപ്പോഴേ ചെവിക്ക് അടി കിട്ടിയ പോലെയായി. എന്നാലും ഈ പരാജയം സമ്മതിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് 2 വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു. അന്ന് ദൈവം എന്നോട് വലിയൊരു പാഠം പഠിപ്പിച്ചു. ദൈവം പറഞ്ഞു, ആ പയ്യൻ്റെ മുൻപിൽ നിൻ്റെ സകല സാക്ഷ്യവും നഷ്ടപ്പെടുത്തത്തക്ക വിധത്തിൽ നീ യാതൊരു നിയന്ത്രണവുമില്ലാതെ സംസാരിക്കാൻ ഇടയായിത്തന്നത് എന്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചു. യു ആർ സോ മച്ച് അറ്റാച്ച്ഡ് ടു ദിസ് കാസറ്റ്. ഈ കാസറ്റിനോട് നിനക്ക് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നുണ്ടല്ലേ? എൻ്റെ വായടങ്ങി. ഞാൻ പറഞ്ഞു, അതെ. കർത്താവ് ചോദിച്ചാൽ ശരിയാണോ? എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുകയും പല നിർബന്ധ ബുദ്ധികളും അവസാനിപ്പിക്കാനിടയായി തീരുകയും ചെയ്ത സംഭവമാണ്. വി ആർ സോ മച്ച് അറ്റാച്ച്ഡ് ടു സർട്ടൻ തിങ്സ്. ചിലപ്പോൾ പണത്തോടായിരിക്കും, നമ്മുടെ ചില വസ്ത്രങ്ങളോടായിരിക്കും, ഭക്ഷണത്തോടായിരിക്കാം, നമ്മുടെ ഭവനത്തോടായിരിക്കാം, പലതിനോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റേതാണ്, എൻ്റേത്. പൊസഷൻ, പൊസസീവ്. ഈ വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രയാസമുണ്ടാകുന്നത് പോലും ഇൻലോസിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം ദേ ആർ വെരി മച്ച് പൊസസീവാണ് മക്കളോട്. ആ ഇതുവരെയും പൊസസ് ചെയ്തുകൊണ്ടിരുന്ന മകൻ്റെ ജീവിതത്തിലേക്ക് വേറെ ആൾ കയറി വരുമ്പോഴത്തേക്കും അത് സഹിക്കാൻ പറ്റും. അങ്ങനത്തെ പല കുടുംബങ്ങളും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നു, നമുക്കൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് എല്ലാത്തിനോടും ഉണ്ടാകാം. കാരണം നീ ഒന്നിൻ്റെ ഉടയവനല്ല, എല്ലാം കാര്യവിചാരകൻ മാത്രമാണ്. ഈ മകനെ നോക്കുന്നതിനായി നിന്നെ ഏൽപ്പിച്ചതാണ്. അവന് പൊസസ് ചെയ്യാനുള്ള അവകാശം നിനക്കല്ല, എൻ്റേതാണ്. നീ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചേ ഉള്ളൂ. എല്ലതും അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. കാര്യവിചാരകനായിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മനോഭാവത്തോടു കൂടെ സകലത്തെയും കാണാനായിട്ട് സാധ്യമാകണം. ഗോഡ് ഈസ് ദി ഓണർ, ഞാനതിൻ്റെ കാര്യവിചാരകൻ മാത്രം. 2, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടെമ്പററി ട്രസ്റ്റാണ്. താൽക്കാലികമായിട്ട് നിന്നെ ഏൽപ്പിച്ചതേ മാത്രമേ ഉള്ളൂ. ഇത് ആത്യന്തികമായി നിന്നെ ഏൽപ്പിച്ചതല്ല. താൽക്കാലികമായി നിന്നെ ഏൽപ്പിച്ച ട്രസ്റ്റാണ് നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. താൽക്കാലികമായി നിന്നെ ഏൽപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സമയം കാണാം, സമ്പത്തുണ്ടാകാം, മറ്റു പലതും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി ട്രസ്റ്റ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യവിചാരകത്വത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വേണം? കാരണം ഈ ഉടയവൻ പോയപ്പോൾ എപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല. പറഞ്ഞില്ല. എന്ത് ചെയ്യണമെന്നും പറഞ്ഞില്ല. പക്ഷേ നനച്ചിരിക്കാത്ത സമയത്ത് കടന്നു. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി ട്രസ്റ്റ്. ഇത് ഓർക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട എന്താണ്? നമുക്ക് ഒരു അർജൻസി ഉണ്ടാകും. കാരണം ഏത് സമയത്തും ഉടയവൻ വരാൻ സാധ്യതയുണ്ടെന്നും കണക്ക് ബോധിപ്പിക്കുവാൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഓർത്താൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കണം. ദിസ് ഈസ് ഓൺലി ടെമ്പററി ട്രസ്റ്റ് അല്ലേ? ഞാൻ സാധാരണ ഈ ഭദ്രാസനങ്ങളുടെ ഈ
ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട്. നേരത്തെ പറയാറില്ല, ഇപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ പറയാറില്ല. ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് വിളിച്ച അച്ഛനോട് പറയുന്നത്, വെച്ചാൽ ഞാൻ വരുന്നുണ്ട്. എന്താ കാരണം എന്ന് മനസ്സിലായി. നേരത്തെ പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കും, എല്ലാം വൃത്തിയായിട്ടിരിക്കും അല്ലേ. അതിനുള്ള അവസരം കൊടുക്കാതെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴോ ആകെ വൃത്തികേടായിരിക്കും. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഒന്ന് പോയി വാഷ്റൂമിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു തിരക്കാണ്. കാരണം പിന്നെ വാഷ്റൂം കഴുകുന്നത് മുതൽ പണി തുടങ്ങും, എന്നിട്ടേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ ബുദ്ധിമുട്ടാണ് നമുക്ക്, കാരണം വി ആർ നോട്ട് റെഡി അല്ലേ. ഉടയവൻ എപ്പോൾ വന്നാലും അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള ചിന്തയോടുകൂടെ അർജൻ്റായി സമയബന്ധിതമായി അവ നിർവഹിക്കുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഇനി 3, വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെയാണ് ഉടയവൻ നമ്മെ ഏൽപ്പിച്ചത്. റെസ്പോൺസിബിൾ ഫ്രീഡം. ഉടയവൻ അവരോട് പറഞ്ഞില്ല ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഇന്നത് ചെയ്യരുതെന്നും പറഞ്ഞില്ല. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞില്ല. ഇഷ്ടം പോലെ സ്വത്ത് മാനേജ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണ് അവന് കൊടുത്തിരിക്കുന്നത്. ജോലിക്കാരെ ഉപദ്രവിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായ സമയത്ത് അവൻ കടന്നു വരുമ്പോൾ അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് അല്ലേ. കണക്ക് വി ആർ അക്കൗണ്ടബിൾ ടു ഹിം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എസ്റ്റേറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടില്ല, എന്ത് ചെയ്യണമെന്ന് ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം, അപ്രതീക്ഷിതമായ സമയത്ത് തമ്പുരാൻ കടന്നു വരുമ്പോൾ അപ്പോൾ ഓടി കാര്യങ്ങൾ ക്രമീകരിക്കുവാനുള്ള അവസരം നമുക്കില്ല എന്നുള്ളതാണ്. ദി ടാസ്ക് മാസ്റ്റർ who allows no correction after he arrives. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ സകലത്തിൻ്റെയും കാര്യവിചാരകന്മാരാക്കി വച്ചിരിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നവരാണ്. അവർ കൈവിട്ടു പോകുന്നു. ചെറുപ്പക്കാർ പള്ളിയിലില്ല, അവർ സഭ വിട്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ ഒരു 15 കൊല്ലം 25 കൊല്ലം കഴിയുമ്പോൾ സായിപ്പിൻ്റെ നാട്ടിലെ പള്ളികൾക്ക് പറ്റിയതുപോലെ കേരളത്തിലെ പള്ളികൾക്കും സംഭവിക്കുമോ? പലതും ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, കുഞ്ഞുങ്ങൾ ദൈവം കാര്യവിചാരകന്മാർ എന്ന നിലയിൽ നമ്മെ സൂക്ഷിക്കാനും പരിപാലിക്കുവാനുമായി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ ദൈവ ഇഷ്ടപ്രകാരം വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മാമോദീസ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കയ്യിൽ തരുമ്പോൾ സഭ നിങ്ങളോടൊരു വലിയൊരു ഉത്തരവാദിത്വം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്രമമായി പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പൈതങ്ങൾ വളർന്നു വരുന്നതനുസരിച്ച് കർത്താവായ യേശു മിശിഹായുടെ വിശ്വാസത്തിൽ സഭയുടെ ഉപദേശത്തിൽ വളർത്തണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഈ പൈതലിൻ്റെ മാതൃകയായിരിക്കണം. ഈ പൈതൽ വളർന്ന് സ്വയമായി സാത്താനെ ഉപേക്ഷിക്കുന്നു, മെസ്സിഹായെ കൈക്കൊള്ളുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ പൈതലിനെ വളർത്തേണ്ട ചുമതല സഭ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് ദൈവേഷ്ടമാണ്. ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യരും ഒരേ ശബ്ദത്തോടെ യേശുവാണ് കർത്താവ് രക്ഷിതാവെന്ന് പ്രഖ്യാപിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇഷ്ടം വിവേചിച്ച് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച കാര്യവിചാരകത്വത്തിനു വേണ്ടി നമ്മെ ഭരമേൽപ്പിച്ച ഈ തലമുറയോട് നാം
നീതി പുലർത്തിയിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങളോട് എപ്പോഴെങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ഇവൻ യേശുവെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? എത്ര അപ്പനും അമ്മയ്ക്കും ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളാണ്. എനിക്ക് ഒറ്റ ഇൻട്രസ്റ്റേ ഉള്ളൂ, ഇവരെല്ലാവരും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. ഇതുവരെ ഒരു കുട്ടി മാത്രമാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ അപ്പനാണ് എന്നെ യേശുവിനെ കർത്താവിലേക്ക് നയിച്ചത്. നാം കാര്യവിചാരകന്മാരാണെന്ന് ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിക്കും. നല്ലവനും വിശ്വസ്തനുമായ കാര്യവിചാരക, നിന്നെ ഞാൻ ഭരമേൽപ്പിച്ച കുടുംബം, നിന്നെ ഞാൻ ഭരമേൽപ്പിച്ച മക്കൾ ദൈവേഷ്ടപ്രകാരം അവരെ കർത്താവിന് ജീവിതത്തിൻ്റെ എല്ലാമായി സ്വീകരിച്ച് വളർത്തുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ശബ്ദം കേൾപ്പാൻ നമുക്ക് ഇടയാകുമോ? ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് അത് ദൈവഹിതപ്രകാരം വിനിയോഗിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നുണ്ടോ? ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന സമയം അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചിലവഴിപ്പാൻ തക്കവണ്ണം കാര്യവിചാരകൻ എന്ന നിലയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇടവ മിഷൻ അംഗങ്ങളെ, നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഇടവയെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്തമാണ് ദൈവം ഇടവ മിഷനെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകരെ, 15 വർഷക്കാലം നിങ്ങളുടെ കയ്യിൽ നിന്ന് കുട്ടി കടന്നു പോവുകയാണ്. 15 വർഷം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ കുട്ടി ധൈര്യത്തോടെ കോൺഫിഡൻ്റായിട്ട് പറയുവാൻ തക്കവണ്ണം സാധിക്കുമോ? യേശുവാണ് എൻ്റെ എല്ലാം, ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിന് വേണ്ടി എല്ലാവരും അച്ഛനാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ കാര്യവിചാരകത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ ഒരുക്കുന്നതല്ലാതെ അവർ യേശുവുള്ള കുട്ടിയായി വളരുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നു. ഈ തലമുറയുടെ ശാപം നല്ല കുട്ടികളെ വളർത്തുന്നു, യേശുവുള്ള കുട്ടികളെ വളർത്തുവാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. നാം കാര്യവിചാരകന്മാരാണ്. ദൈവം തമ്പുരാൻ്റെ ഹൃദയത്തിന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ശബ്ദം കേൾപ്പാൻ തക്കവണ്ണയായിത്തീരുന്നത്. നാം നല്ല കാര്യവിചാരകന്മാരായി, ദൈവത്താൽ അഭിനന്ദിക്കപ്പെടുന്ന കാര്യവിചാരകന്മാരായി തീരുവാനുള്ള വിളിയാണ് തമ്പുരാൻ നമുക്ക് ഈ ദിവസങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് വിനയാന്വിതരായി വന്ന കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ ദർശനത്തോടും സമർപ്പണത്തോടും, ദൈവമേ, നീ ഞങ്ങളെ കാര്യവിചാരകന്മാരാക്കി വച്ചിരിക്കുമ്പോൾ നീ തന്നിരിക്കുന്ന സമയം, സാഹചര്യം, ആരോഗ്യം, മക്കൾ, കുടുംബം എല്ലാം ദൈവഹിതത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നുള്ള തീരുമാനത്തോടെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കൂടിവരവ് എത്ര അർത്ഥവത്താകും. അതിന് ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.